പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ അനുഭവമാണ്. കുട്ടിക്കാലത്ത് എൻ്റെ വലിയ ആഗ്രഹം ഒരു അധ്യാപകനാകണമെന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളുകളിൽ വരുമ്പോൾ അധ്യാപകരെ കാണുമ്പോൾ, വിദ്യാർത്ഥികളെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ജില്ലയിലെ 78 സ്കൂളുകളിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം നിങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളതുകൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സദസ്സിന്റെ മുൻപാകെ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ചില സംഗതികൾ പറഞ്ഞു തരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രഥമ ശുശ്രൂഷ എന്നുള്ളത് നമ്മൾ 1 മണിക്കൂർ കൊണ്ടോ അല്ലെ 2 മണിക്കൂർ കൊണ്ടോ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാവുന്ന ഒരു വിഷയമല്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ വേണം. മറ്റു പല രാജ്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് എയ്ഡ് അത് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായിട്ടും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ചില വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ചില അധ്യാപകർക്കോ മാത്രം ഫസ്റ്റ് എയ്ഡിലെ ട്രെയിനിങ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ഒരു സന്ദർഭം വരുമ്പോൾ, ഫസ്റ്റ് എയ്ഡിന്റെ ആവശ്യം വരുമ്പോൾ അവിടെ അവരുടെ സമീപത്തുള്ളവർ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവരെ. അപ്പോൾ വിദേശ രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ബ്രിട്ടനിലാണെങ്കിൽ സ്കൂൾ തലത്തിൽ നമ്മൾ ഒരുപാട് സംഗതികൾ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കും. അപ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടും എല്ലാവരും നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒന്നാണ് ഫസ്റ്റ് എയ്ഡ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, എല്ലാ കുട്ടികളും നീന്തൽ പഠിച്ചേ ഒക്കത്തുള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ സർക്കാർ കുട്ടികളിലെ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ സൈക്ലിങ്, ഡ്രൈവിങ്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അത്തരം കാര്യങ്ങളിലെല്ലാം 10ഓ 12ഓ ക്ലാസ്സിൽ അവിടെ പഠിപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സ്കൂളുകളിലെ കാര്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി ഈ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നതിൽ ആ സൊസൈറ്റിയെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കട്ടെ. ഇപ്പോൾ ഇതിലുള്ള കുട്ടികളെ എനിക്ക് തോന്നുന്നത്, ഞാൻ ചോദിച്ചത് വളരെ കൊച്ചു കുട്ടികളാണല്ലോ, ഇവർക്ക് ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, ഇവർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ എന്നോട് പറഞ്ഞത്, ഇവിടെ മുൻവശത്തിരിക്കുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കരായ കുട്ടികളാണ്. അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആൻസർ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് എൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ററാക്റ്റീവ് എന്ന് പറയും. ഞാൻ ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയല്ല, പലപ്പോഴും അത് നിങ്ങളോട് ചോദിക്കും. ചില സംഗതികൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരികയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ വളരെ അനുഭവമുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ചെവിയിലെ എന്തെങ്കിലുമൊക്കെ പോയെന്ന് വരും. ഇല്ല, അങ്ങനെ അനുഭവം ഉണ്ടോ? ഈച്ചയെ ഉറുമ്പൊക്കെ പോവാണ്. എനിക്ക് പോയിട്ടുണ്ട്. അവൻ്റെ പേരെന്താണ്? എവിടെയൊക്കെയാ? ജിഷ്ണുവിന്റെ ചെവിയിൽ പോയിട്ടുണ്ട് ഇങ്ങനെ ഈച്ച. എന്താ പോയത്? ഉറുമ്പ് പോയി. അപ്പൊ എന്ത് ചെയ്തു? വെയിറ്റേക്കാരൻ. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ചെവിയിലെ ഒരു വസ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്താണ്? ഉത്തരം അറിയാവുന്നവർ ഒരുപാട് പേര് കാണും. കുട്ടികൾക്ക് ശരിക്കുള്ള ഉത്തരം അറിയാവുന്നവർക്ക് കൈവക്കാം. അപ്പൊ ഈ മോൻ പറഞ്ഞത് ചെവിയിൽ ഉറുപ്പ് പോയാൽ വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ്. എങ്ങനെ അനുഭവം മനസ്സിലായി? സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അല്ലേ? ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമുള്ള അല്ലെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അഭിപ്രായമുള്ള ആരുണ്ട്? വ്യത്യസ്തമായിട്ട് അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ചെവിയിലെ എന്തെങ്കിലും പോയാൽ വെള്ളം ഒഴിക്കുക അല്ല ചെയ്യേണ്ടതെന്നുള്ളത് എന്താണ് മോളെ? എണ്ണ ഒഴിക്കണം. വേറെ ആരെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടോ? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് മോളെ എണ്ണ ഒഴിക്കേണ്ടത്? വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ മറ്റുള്ളവർ പറഞ്ഞതാണോ? അതോ വ്യത്യസ്തമായ ഒരു ഉത്തരത്തിന് വേണ്ടി പറഞ്ഞതാണോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ചെവിയിൽ ഒഴിച്ചിട്ടുണ്ട്. എങ്ങനെ, വെറുതെ ഉള്ള എണ്ണയാണോ അതോ മുറുക്കിയ എണ്ണയാണോ? പണ്ട് കാലത്ത് ചൂരലിട്ട് മുറുക്കിയ എണ്ണ ഉപയോഗിക്കാറ്. ചില ടീച്ചർമാർ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ചൂരലിട്ട് മുറുക്കിയ എണ്ണ ചെവിയിൽ ഒഴിക്കുക, അങ്ങനെ ഒരു രീതിയില്ല നമ്മുടെ നാട്ടിലൊക്കെ. ഏതാണെങ്കിലും അതിന്റെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്ത് ചെവിയിൽ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജിഷ്ണുമാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. സ്വന്തം അനുഭവത്തിലെന്ന് പറഞ്ഞാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടുള്ള ഇങ്ങനെ അറിവുകൾ നമ്മൾ അറിയുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഇത് അറിഞ്ഞുകൂടായിരിക്കും. വെറുതെ വർത്താനം പറഞ്ഞു കൊടുത്ത് പറയണേ എൻ്റെ ചെവിയിലിരിക്കും പോയി ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പൊ അങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് ഇത് അറിയാൻ സാധിക്കും. അപ്പൊ എടുക്കണം കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ അതുപോലെ നമ്മുടെ കണ്ണിലെ ഒരു
അതിന്റെ ഉത്തരം അറിയാനുള്ള കൈ പൊട്ടിക്കുക. കണ്ണിലൊരു കണ്ടു പോയാൽ എന്ത് ചെയ്യാവുന്നതാണ്? ഈ മാൾ പറ എന്താണ്, എന്ത് ചെയ്യണം? ഇത് ഊതിക്കളയണം. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആരാണ്? അല്ലല്ലേ, പറയില്ല, അങ്ങനെ പറയില്ല. ഞാൻ ചോദിക്കുന്ന ആൾ മാത്രമേ പറയാവുള്ളൂ. അല്ലെ ആരാ ഉത്തരം പറഞ്ഞാൽ നമുക്ക് അറിയാൻ ഒക്കത്തില്ല. അവിടെയുള്ള അമ്മാവൻ പറഞ്ഞോളൂ, എന്ത് ചെയ്യാം? അല്ലല്ലോ, മുന്നേരിക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. ശരിയാണ്, വെള്ളം ഒഴിക്കാൻ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം ഒഴിക്കണം.